നമസ്കാരം. മലയാളികളെ ഏറെ വേദനയിൽ ആഴ്ത്തുന്ന വിയോഗം തന്നെയായിരുന്നു സിദ്ധാർത്ഥ് വേണുഗോപാലിൻ്റെത്. ആമുഖം ആവശ്യമില്ലാത്ത മിനിസ്ക്രീനിലെ താരസാന്നിധ്യമാണ് സിദ്ധാർത്ഥ് വേണുഗോപാൽ. മഴവിൽ മനോരമയിലെ സൂപ്പർഹിറ്റ് സീരിയലായ ഭാഗ്യജാതകത്തിൽ അരുൺ ഷേണായി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അരുൺ ഷേണായി എന്ന നെഗറ്റീവ് കഥാപാത്രം പോസിറ്റീവ് ഇമേജിലേക്ക് മാറിയപ്പോഴും സിദ്ധാർത്ഥ് മികച്ച പ്രകടനവുമായി പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. ചെയ്ത സീരിയലുകളെല്ലാം സൂപ്പർഹിറ്റുകൾ എന്ന പതിവ് തുടരുന്ന സിദ്ധാർത്ഥ് വേണുഗോപാലിനെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. സിദ്ധുവിന്റെ വേർപാട് സഹപ്രവർത്തകരിലും പ്രേക്ഷകരിലും വേദനയും ഏറെ ഞെട്ടലും ഉണ്ടാക്കിയിരുന്നു. ക്യാൻസർ ബാധിതനായിരുന്ന നടൻ 2 വർഷത്തോളം രോഗത്തോട് പോരാടിയാണ് മരണമടയുന്നത്. നടി സീമാജി നായരാണ് സിദ്ധാർത്ഥിന്റെ മരണവിവരം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. സിദ്ധാർത്ഥ് വേണുഗോപാൽ വിടവാങ്ങിയിട്ട് 5 നാൾ തികയുകയാണ്. ഇപ്പോഴിതാ ഈ 5 നാൾ തികയുന്ന സാഹചര്യത്തിൽ നടി സീമാജി നായരുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറുന്നത്. നടി സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സിദ്ധു, നീ പോയിട്ട് ഇന്നേക്ക് 5 നാൾ. എത്രയോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ചാണ് നീ യാത്രയായത്. അവസാന നിമിഷവും നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. നിസ്സഹായരാകാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഇന്നലെ ഐവർ മഠത്തിൽ നിന്റെ അസ്ഥികൾ എടുത്തു വയ്ക്കാൻ ചെന്നപ്പോൾ നിന്നെ ദഹിപ്പിച്ചതിന്റെ തൊട്ടടുത്ത് മറ്റൊരു മൃതശരീരം ദഹിപ്പിക്കാൻ കൊണ്ടുവന്നു. 30 വയസ്സുള്ള ഒരു പയ്യന്റെ. അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഒരിടത്ത് ജീവിക്കാൻ അത്രയേറെ കൊതിച്ചിട്ടും മരണം പിടിച്ചു പറിച്ചു പോയ ജീവിതം. തൊട്ടപ്പുറത്ത് ജീവിതം ബാക്കിയുണ്ടായിട്ടും സ്വയം അത് തീർത്തു കളയുന്നവരും എന്താണല്ലേ എന്നാണ് സീമാജി നായർ കുറിച്ചിരിക്കുന്നത്. എന്നും അദ്ദേഹത്തെ ഒരു ചിരിയോടെ, ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ടിരുന്ന മലയാളികൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കാണുന്ന ആ ഒരു നിമിഷം വളരെയേറെ വേദനയോടെയാണ് ഓർക്കുന്നത്. ആ അമ്മ നിലവിളിച്ച് കരയുന്ന ആ ഒരു രംഗം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയുമില്ല. കണ്ടുനിന്നവരുടെ എല്ലാം തന്നെ കണ്ണുകളെ ഈർന്നണിയിക്കുന്നതായിരുന്നു ആ നിമിഷങ്ങളെല്ലാം തന്നെ. എൻ്റെ മോനെ ഒന്ന് കണ്ണു തുറക്കടാ എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു അമ്മ. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില കഥാപാത്രങ്ങൾ സമ്മാനിച്ചാണ് സിദ്ധാർത്ഥ് വിടവാങ്ങിയത്. കസ്തൂരിമാൻ എന്ന സീരിയലിൽ സിദ്ധാർത്ഥ് ചെയ്ത സിദ്ധു കഥാപാത്രം അത്രത്തോളം ജനപ്രിയമായ ഒന്ന് തന്നെയായിരുന്നു. തൃശൂർ സ്വദേശിയായ നടൻ ഏറെ കാലമായി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു. ക്യാൻസറാണ് സിദ്ധുവിനെ ആ കുടുംബത്തിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും പറിച്ചുകൊണ്ടുപോയത്. നടി സീമാജി നായരായിരുന്നു മരണവാർത്ത പുറംലോകത്തെ അറിയിച്ചത്. കസ്തൂരിമാൻ എന്ന സീരിയൽ സിദ്ധാർത്ഥ് ചെയ്ത ഈ സിദ്ധു കഥാപാത്രം അത്രത്തോളം ജനപ്രിയമായ ഒന്ന് തന്നെയായിരുന്നു. സീരിയൽ പ്രേമികളെല്ലാം പ്രിയ നടന്റെ അകാല വിയോഗം അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ്. സീമയായിരുന്നു സിദ്ധാർത്ഥിന്റെ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നതും നടന്റെ കുടുംബത്തിന് താങ്ങായി നിന്നതും. പ്രതീക്ഷകൾ അസ്തമിച്ചു. പ്രശസ്ത സീരിയൽ താരം സിദ്ധാർത്ഥ് വേണുഗോപാൽ വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. കഴിഞ്ഞ 2 വർഷം നിനക്ക് വേണ്ടി ഞാൻ പൊരുതി. മനസ്സും ശരീരവും തളർന്നപ്പോഴും നിന്റെ ജീവൻ തിരിച്ചു പിടിക്കാനായി ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഈശ്വരൻ തീരുമാനിച്ചു നീ കൂടുതൽ വേദനിക്കേണ്ട എന്ന്. പയ്യെ സിദ്ധാർത്ഥ് തളർന്നു പോകുന്നു എന്നാണ് ഹൃദയം തകർന്ന വേദനയോടെ സീമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അന്തരിച്ച നടി ശരണ്യയെ പോലെ തന്നെയായിരുന്നു സീമയ്ക്ക് സിദ്ധാർത്ഥും. സംഭവ ദിവസം രാവിലെ പങ്കുവച്ച പോസ്റ്റിലും എന്തോ ഒരു വേദന മനസ്സിനെ അലട്ടുന്നതായി സീമ സൂചിപ്പിച്ചിരുന്നു. അത് സിദ്ധാർത്ഥിന്റെ അവസ്ഥ കാരണമാണെന്ന് ഇപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കി. കുറെ ദിവസങ്ങളായി എനിക്ക് അത്ര ശുഭദിനമല്ല. ശരണ്യയെ പോലെ, നന്ദുവിനെ പോലെ, സുരേഷിനെ പോലെ, അധിരയെ പോലെ എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരാളുടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ആരെയും അറിയിക്കാതെയായിരുന്നു ആ പോരാട്ടം. പക്ഷെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന പോലെ അറിയിപ്പുകൾ വരുന്നു. അത് ഉൾക്കൊണ്ട് തുടങ്ങണമെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും ഉൾക്കൊള്ളാനാവാതെ ഞാനും അവന്റെ അമ്മയും സഹോദരനും നിൽക്കുന്നു. വിധി എങ്ങനെ വരുമെന്നറിയാതെ എന്നായിരുന്നു രാവിലെ നടി പങ്കുവച്ച കുറിപ്പ്. അച്ഛനെ സിദ്ധാർത്ഥിന് നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. അമ്മയും സഹോദരനും മാത്രമാണുള്ളത്. മരണവാർത്ത അറിഞ്ഞതോടെ സീരിയൽ പ്രേമികളെല്ലാം ഷോക്കിലായിരുന്നു. കസ്തൂരിമാനിലെ വേഷത്തിലൂടെ വളരെ പെട്ടെന്ന് സിദ്ധാർത്ഥ് ശ്രദ്ധ നേടുകയായിരുന്നു. പിന്നീട് ഇതേ സീരിയലിൽ നിന്നും നടൻ പിന്മാറിയതും ആരാധകരെ വേദനിപ്പിച്ചിരുന്നു. നടൻ കിഷോർ സത്യയും സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടു. ഒരു കലാകാരൻ കൂടെ അകാലത്തിൽ പൊലിഞ്ഞു. ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനായിരുന്ന സിദ്ധാർത്ഥ് വേണുഗോപാൽ കുറച്ചു കാലമായി അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായിരുന്നു. നമുക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട സീമാജി നായരായിരുന്നു സിദ്ധാർത്ഥിന്റെ ആരോഗ്യ പരിപാലനമൊക്കെ നിർവഹിച്ചിരുന്നത്. അന്തരിച്ചുപോയ ശരണ്യ ഉൾപ്പെടെ നിരവധി ആൾക്കാരുടെ ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി സീമ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒപ്പം സീമാജി നായരുടെ നന്മ നിറഞ്ഞ മനസ്സിന് മുമ്പിൽ ശിരസ് കുനിച്ച് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു കിഷോറിന്റെ വാക്കുകൾ. കസ്തൂരിമാനിൽ മാത്രമല്ല, ഭാഗ്യജാതകം അടക്കമുള്ള സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. നടനായി മാത്രമല്ല, അവതാരകനും മോഡലുമായി സിദ്ധാർത്ഥ് സജീവമായിരുന്നു. പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിൽ സജീവമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായി. അതിനിടയ്ക്ക് ആങ്കറിംഗ് മോഹം തലയ്ക്ക് പിടിച്ചു. ഒരു സ്വകാര്യ ചാനലിലെ അവതാരകനായി പ്രവർത്തിച്ചു. സീരിയൽ സിനിമാ നിർമ്മാതാവായ അരുൺ ഘോഷാണ് സീരിയൽ നടന് അവസരം നൽകിയത്. സിനിമാക്കാരെക്കാൾ വേഗത്തിൽ കുടുംബ പ്രേക്ഷകരുടെയും സ്ത്രീകളുടെയും മനസ്സിൽ കയറി പറ്റുന്നവരാണ് സീരിയൽ താരങ്ങൾ. ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചില്ലെങ്കിൽ പോലും 1-2 എണ്ണത്തിൽ മുഖം കാണിച്ചാൽ മതി. അവർ
അവർ എന്നേക്കുമായി ആ താരങ്ങളെ ഓർത്തു വെക്കും. അപ്പോൾ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള താരങ്ങൾക്ക് അവിടെ മനസ്സിലുള്ള സ്ഥാനം ഊഹിക്കാമല്ലോ. അത്തരത്തിൽ സീരിയൽ പ്രേമികളുടെ ഹൃദയം കവർന്ന നടനായിരുന്നു സിദ്ധാർത്ഥ് വേണുഗോപാൽ. സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ പെട്ടെന്നുള്ള വിയോഗം എല്ലാവരിലും വലിയൊരു ഞെട്ടലാണ് നൽകിയിരിക്കുന്നത്. കസ്തൂരിമാൻ, ഭാഗ്യജാതകം തുടങ്ങിയ സീരിയലുകളാണ് നടൻ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനും സ്റ്റാർഡം സെറ്റ് ചെയ്യാനും സിദ്ധാർത്ഥിനെ സഹായിച്ചത്. കസ്തൂരിമാനിൽ അഭിനയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും കസ്തൂരിമാനിലെ സിദ്ധു എന്നതാണ് നടന്റെ ഐഡന്റിറ്റി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്യാൻസർ ബാധിച്ച് സിദ്ധാർത്ഥ് ചികിത്സയിലായിരുന്നു. എന്നാൽ സീരിയൽ മേഖലയിൽ സിദ്ധാർത്ഥിന് വേണ്ടപ്പെട്ടവർ അല്ലാതെ മറ്റാരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. നടി സീമാജി നായരാണ് സിദ്ധാർത്ഥിന്റെ ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഒപ്പമുണ്ടായിരുന്നത്. പ്രിയ സഹപ്രവർത്തകന്റെ ജീവൻ നിലനിർത്താൻ തന്നെ കൊണ്ടാകും പോലെയെല്ലാം സീമ പരിശ്രമിച്ചിരുന്നു. ഏത് വാർത്ത കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നുവോ ആ വാർത്തയാണ് ഉച്ചയോടെ സീമയുടെ ചെവിയിൽ എത്തിയത്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു സിദ്ധാർത്ഥ്. അതിലേക്ക് എത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഓരോ ചുവടുകളും പതിയെ വെക്കുകയായിരുന്നു. അതിനിടയിലാണ് ക്യാൻസർ മരണത്തിന്റെ രൂപത്തിലെത്തി സിദ്ധാർത്ഥിനെ ഈ ലോകത്ത് നിന്നും കൊണ്ടുപോയത്. തൃശ്ശൂരിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനനം. അച്ഛനും അമ്മയും സഹോദരനും മാത്രമായിരുന്നു ലോകം. അച്ഛനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടൻ നഷ്ടപ്പെട്ടിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അച്ഛന്റെ മരണമെന്നാണ് താരം പറഞ്ഞിട്ടുള്ളത്. അമ്മയായിരുന്നു സിദ്ധാർത്ഥിന്റെ ക്രിട്ടിക്. അമ്മയുടെ വിമർശനങ്ങൾ എന്നും കരിയറും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ടെന്ന് താരം പറയാറുണ്ടായിരുന്നു. സീരിയലിൽ സജീവമായ ശേഷം തിരുവനന്തപുരത്തായിരുന്നു താമസം. എന്നിരുന്നാലും മനസ്സെപ്പോഴും വടക്കുന്നാഥന്റെ മണ്ണിലായിരുന്നു. അതിനാൽ ബ്രേക്ക് കിട്ടിയാൽ ഉടൻ വീട്ടിലേക്ക് ഓടുമായിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ അഭിനയത്തിലുള്ള കഴിവ് സ്വയം തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ നാടകങ്ങളിലും പങ്കെടുത്തു. മുതിർന്നപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങളിലും സജീവമായി. ഒപ്പം അല്പം ആങ്കറിങ്ങും ചെയ്തു തുടങ്ങി. അത് ചാനലിൽ കയറി പറ്റാൻ സഹായകരമായി. അപ്പോഴും നാടകം വിട്ടിരുന്നില്ല. നാടകാഭിനയം തന്നെയാണ് സീരിയലിലേക്ക് വഴി തുറന്നു കൊടുത്തത്. സിദ്ധാർത്ഥിന്റെ നാടകം കണ്ട സുഹൃത്തിന്റെ ചേട്ടനും സിനിമാ നിർമ്മാതാവുമായ അരുൺ ഘോഷാണ് സീരിയൽ അവസരം നൽകുന്നത്. ഏറെ ആസ്വദിച്ചാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയും കഥാപാത്രങ്ങളോട് പരമാവധി മര്യാദ പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സീരിയൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. എൻ്റെ ലക്ഷ്യം സിനിമയാണ്. അതിനായി പരിശ്രമിക്കും. വിവാഹം ഉടനെയില്ല. ആദ്യം കരിയർ സെറ്റ് ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം. എന്തായാലും ഞാൻ പ്രണയിച്ചായിരിക്കും വിവാഹം കഴിക്കുകയെന്ന് ഉറപ്പ്.